മെട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലേ. മെട്രിക്സിലുള്ള എൻട്രീസിൻ്റെ ആ ഒരു എഴുതുന്നൊരു സ്റ്റൈലും നമ്മൾ കണ്ടു. മെട്രിക്സ് നമ്മൾ റോസും കോളത്തിലുമാണ് അതിൽ എൻട്രീസിന് എഴുതാറ്. ആ റോസിനെയും കോളത്തിനെയും അതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ ആദ്യം റോ പറയും, പിന്നെ കോളം പറയും അല്ലേ. ഉദാഹരണത്തിന് ഇപ്പം 2 റോസും 3 കോളംസും ഉള്ളതെങ്കിൽ നമ്മൾ ഓർഡർ എങ്ങനെയാണ് പറയുക? 2/3 അല്ലേ. 2 റോസ് 3 കോളംസ്, 2 into 3 എന്ന് എഴുതും. നമ്മൾ 2/3 എന്നാണ് പറയുക. പിന്നെ നമ്മളൊരു മെട്രിക്സിലെ എലമെൻസിനെ ഒരു ജനറൽ ഫോമിലേക്ക് വരുത്തി അല്ലേ. ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നാൽ അതിലെ എൻട്രീസ് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻ്റ് ആരാണ്, അതുപോലെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ ആരാണ് വരുന്നത്, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിനെ നമ്മൾ ജനറലായിട്ട് പറയുന്നത്. A = A11, A12, A21, A22. അപ്പോൾ അതിനെ നമുക്ക് ജനറലായിട്ട് AIJ എന്ന് പറയാം. ഇപ്പോൾ 11, 11, 12 അങ്ങനെ ജനറലായിട്ട് AIJ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്കൊരു മെട്രിക്സിനെ ഫോം ചെയ്യാൻ പറ്റണം. എലമെൻസിൻ്റെ ജനറൽ ഫോം നിങ്ങൾക്ക് തരും. ആ ജനറൽ ഫോം യൂസ് ചെയ്തുകൊണ്ട് ഒരു മെട്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ഉണ്ടാക്കണം. അതിൻ്റെ പേര് സപ്പോസ് ബി ആണ് അതിൻ്റെ പേര്, മെട്രിക്സിൻ്റെ പേര്. അതിൻ്റെ ഓർഡർ 2/3 ആണെന്ന് ചോദിച്ചു. 2/3 മെട്രിക്സ് നിങ്ങൾ എഴുതണം. അതിൻ്റെ ക്ലൂ ഞാൻ തരാം. ഇതിലെ ഓൾ എലമെൻറ്റ്സ് ആർ ഓഫ് ദ ഫോം AIJ = I+2j ഇങ്ങനെയാണെന്ന് വെച്ചു. അപ്പോൾ യു ഹാവ് ടു ക്രിയേറ്റ് എ മെട്രിക്സ് B ഹൂസ് എലമെൻറ്റ്സ് ആർ ഓഫ് ദ ഫോം AIJ = I+2j. അപ്പോൾ നമുക്ക് ആ മെട്രിക്സിനെ എങ്ങനെ എഴുതി വെക്കാം? B = matrix. How many rows are there? 2 rows. How many columns? 3 columns. അപ്പോൾ 2 റോസും 3 കോളംസ് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. യെസ്, ദിസ് ഈസ് ദ ഫോം. ഇതാരാണ്? A11, A12, A13, A21, A22, A23. How many rows? 1, 2. Yes, 2 rows. How many columns? 3 columns. അപ്പോൾ നമുക്കിവിടെ ആ എലമെൻറ്റ്സിനെ എഴുതി വെക്കാം, വരയ്ക്കാൻ നോക്കാം. സോ ഇതാണ് A11. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം A11. അപ്പോൾ വാട്ട് ഈസ് A11? അപ്പോൾ ഐക്ക് പകരം 1 ഉണ്ട്, ജെക്ക് പകരം 1 ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? 1 + 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 × 1 2. സോ 1 + 2 3. യെസ്. അപ്പോൾ A11 ഇവിടെ ആര് വേണം? 3 വേണം. A11 3. അതേപോലെ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യാം. A12 ഇവിടെ വരുന്ന A12 അല്ലേ. A12 അപ്പോൾ ആരാ 12? അപ്പോൾ I+2j അല്ലേ. അപ്പോൾ ഐക്ക് പകരം 1 ഉണ്ട്, ജെക്ക് പകരം 2 ഉണ്ട്. അപ്പോൾ 1 + 2 × 2 ദാറ്റ് ഈസ് 1 + 4 = 5. അപ്പോൾ ഇത് 5. ഇതാരാണ്? A13. ഇവിടെ ഇല്ല, ഇത് 2/2 ഓർഡർ ആയതുകൊണ്ടാണ് അത്ര കുറച്ച് വന്നത്. അപ്പോൾ അടുത്ത ഉണ്ടെങ്കിൽ ഇവിടെ A13 അപ്പോൾ ഐക്ക് I+2j, ഐക്ക് പകരം 1, ജെക്ക് പകരം 3. So what? 1 + 2 × 3 that is 1 + 6 = 7. അപ്പോൾ ഇത് 7 അല്ലേ. ഇനി അപ്പോൾ 1 3 വരും. നെക്സ്റ്റ് വൺ ഇതാരാണ്? A21. A21 = I+2j അല്ലേ. അപ്പോൾ ഐക്ക് പകരം ആരാ? 2, ജെക്ക് പകരം ആരാണ്? 1. സോ 2 + 2 × j means 1. That is 2 + 2 × 1 2 that is 4. ഇത് 4. ക്ലിയർ അല്ലേ? 4. ഇനി
എ 2 2 എന്ന് പറയുമ്പം ഐ ജെ ഇസിക്കൽ ഐ പ്ലസ് 2 ജെ, ഐ മീൻസ് 2, ജെ മീൻസ് 2. അപ്പം എന്താവും 2 പ്ലസ് 2 ഇൻറ്റു 2, ദാറ്റ് ഇസ് 2 പ്ലസ് 2 ഇൻറ്റു 2 4 ഈസ് ഈക്വൽ ടു 6. Then lastly a2 3 is equal to അതുപോലെ പറ 2 plus 2 into 3, that is 2 plus 6 is equal to 8 അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഏത് മെട്രിക്സിനെയും ഏത് ഓർഡറിലും എലമെൻസിൻ്റെ ഐഡിയ കിട്ടിയാൽ നമ്മൾക്കിത് എഴുതാൻ പറ്റും. സാധാരണ നമ്മളെ പ്ലസ് ടു പരീക്ഷയിൽ പബ്ലിക് പരീക്ഷയിൽ 2 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2/3 ഓർഡറിൽ എഴുതി, ഇതുപോലെ 2/2 എഴുതാം, 3/3 എഴുതാം അല്ലേ. ഇപ്പോൾ ഇവിടെ AIJ കൊടുത്തത് I പ്ലസ് 2J ആണ്. ഇനി I മൈനസ് 2J ആയാൽ അതുപോലെ ചെയ്യാം. I ഇൻറ്റു J, I പ്ലസ് J/3. അപ്പോൾ ഇതുപോലെ നിരവധി എക്സസൈസുകൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഇനി നമ്മൾക്ക് മെട്രിക്സുകളിലെ ഓപ്പറേഷൻസ് നോക്കാം. ഓപ്പറേഷൻസ് മീൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. യെസ്, സി യു ആർ ഗിവൺ 2 ഡിഫറെൻറ്റ് മെട്രിസസ്. ഇതിൻ്റെ ഓർഡർ 2/2, ഇതിൻ്റെ ഓർഡർ 2/2. രണ്ടിനും സെയിം ഓർഡറിൽ 2 മെട്രിക്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നത്. ഈ 2 മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യണം, കൂട്ടണം അല്ലേ. ഇതെങ്ങനെ ആഡ് ചെയ്യുക? ഇപ്പോൾ എയും ബിയും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് എ പ്ലസ് ബി? എ മീൻസ് 1 2 -1 0. എ പ്ലസ് ബി ആരാണ്? 3 -2 1 8. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെ വരും? ഇപ്പോൾ 1 + 3 4, 2 + -2 that is 0 അല്ലേ. -1 + 1 0, 0 + 8 യെസ്, അഡീഷൻ കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ സബ്ട്രാക്ഷൻ, കുറക്കൽ. എ ആരാ? 1 2 -1 0, 3 ബി -2 1 8. ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം സാധാരണ പോലെ. 1 - 3 -2, 2 -2 അല്ലേ. 2 -2 മൈനസ് ചെയ്യല്ലേ, സബ്ട്രാക്ട് ചെയ്യലാണല്ലോ. 2 -2 2 നെഗറ്റീവ് പോസിറ്റീവ് ആവും. 2 + 2 4 ആയി. -1 -1 കുറക്കണം 1. സോ -1 നമുക്കറിയാം -2. 1 0 -8 ദാറ്റ് ഈസ് -8. ഇങ്ങനെ 2 മെട്രിക്സ് നമ്മൾ കൂട്ടുകയും ചെയ്തു, കുറക്കുകയും ചെയ്തു അല്ലേ. അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം ഈ മെട്രിക്സ് 1 2 -1 0, ഇവിടെ വേറെ ഒന്നും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ, 1 5. അതിങ്ങനെ എ ഈസ് ഈക്വൽ ടു 1 2 അല്ലെങ്കിൽ 1 2 3 ആയിക്കോട്ടെ. ഇത് 2 3 1 ഇങ്ങനെയാണ്. പി വേറെയാണ്. 1 2 5 6 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എ പ്ലസ് ബി കാണും? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു വാട്ട്? 1 + 1 that is 2. 2 + 2 is equal to 4. 3 + ഇപ്പോൾ ഇപ്പുറത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ അഡീഷൻ ഇമ്പോസിബിളാണ്, അത് പറ്റൂല. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഇല്ല. അതുപോലെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും അപ്പോൾ 2 മെട്രിസസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഇഫ് ദേ ഹാവ് സെയിം ഓർഡർ. 2 മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ ആ മെട്രിക്സിനെ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കിട്ടിയ എല്ലാ മെട്രിക്സിനും അങ്ങനെ കൂട്ടിക്കളയുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കളയാമെന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിൽ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസസ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 മെട്രിക്സുകൾ കൊടുക്കുന്നുണ്ട്. എ ഈസ് ഈക്വൽ ടു ഇത് ബി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ആവശ്യപ്പെട്ടത് എ + 2b കാണണമെന്ന് വെച്ചോ. വാട്ട് ഈസ് എ + 2 × b? ഇത് കാണണം. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക്? ഫസ്റ്റ് യു റൈറ്റ് എ. ആരാ എ? 4 -2 2 1. എ പ്ലസ്
then 2b, 2 into b, 2 into b, 5, 2, minus 1, 0. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഈക്വൽ ടു, അപ്പോൾ എ മീൻസ് അത് തന്നെ 4 minus 2, 2, 1, a പ്ലസ് ബി, 2b അല്ലേ, 2b മീൻസ് 2 into b. ഇപ്പോൾ സാധാരണ പോലെ മൾട്ടിപ്ലൈ 2 into 5, 10, 2 into 2, 4, 2 into minus 1, minus 2, 2 into 0, 0. സാധാരണ പോലെ എഴുതാം. അപ്പോൾ എന്താ ആൻസർ വരിക? നേരത്തെ പറഞ്ഞ കൂട്ടുക അല്ലേ, ആഡ് ചെയ്യുക. 4 plus 10, 14, minus 2 plus 4, 2 ആവും. 2 plus minus 2, 0, 1 plus 0, 1. അപ്പോൾ എ പ്ലസ് 2b കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ്. സിമിലർലി ഇത് നോക്കാം, 2a മൈനസ് 2b ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ പ്ലസ് 2a, 2 ഇൻറ്റു വാട്ട് ഇസ് എ, 4 മൈനസ് 2, 2, 1, 2a മൈനസ് 3b, 3 ഇൻറ്റു b, 5, 2, മൈനസ് 1, 0. എങ്ങനെ ചെയ്യണം? 2 ഇൻറ്റു 4, 8, മൈനസ് 4, 4, 2 അല്ലേ, 2 കൊണ്ട് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇത് 3 കൊണ്ട് 15, 6, മൈനസ് 3, 0. അങ്ങനെ ചെയ്തു. ഈക്വൽ ടു, ഇത് മൈനസ് ചെയ്താൽ മതി. 8 മൈനസ് 15 എത്രയാണ്? മൈനസ് 7 അല്ലേ, 8 15 കുറച്ചാൽ. ദെൻ മൈനസ് 4 മൈനസ് 6, മൈനസ് 4 മൈനസ് 4 മൈനസ് 6, സോ മൈനസ് 10 വരും. സിമിലർലി 4 മൈനസ് മൈനസ് 3, 4 മൈനസ് മൈനസ് 3, അപ്പോൾ 2 മൈനസ് പ്ലസ് ആവും. 4 പ്ലസ് 3 7 ആവും. 2 മൈനസ് 0 ദാറ്റ് ഈസ് 2. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മെട്രിക്സിനെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം ആഡ് ആക്കാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 2 into b, 2 is a number, is a scalar. അപ്പോൾ ഒരു മെട്രിക്സ് നമ്മൾ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു അല്ലേ. ഒരു മെട്രിക്സിനെ ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു, എന്നിട്ട് ആഡ് ആക്കാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഈ ക്വസ്റ്റനിൽ കണ്ടത്. സ്കേലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഇൻറ്റു മെട്രിക്സ് എ, 2 ഇൻറ്റു 3 ഇൻറ്റു മെട്രിക്സ് ബി, ആ ടൈപ്പിലും ചെയ്യാൻ പഠിച്ചു. ഒന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. അതുപോലെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി, ദർ ആർ 2 മെട്രിക്സ്, ദേ ആർ ഈക്വൽ മെട്രിക്സസ്. ഈ 2 മെട്രിക്സുകളും ഈക്വലാണ്. അത് പറയാൻ കാരണം ഈക്വൽ ടു സിമ്പിൾ ഉള്ളതുകൊണ്ട്. പക്ഷേ മെട്രിക്സുകളിലെ എൻട്രീസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ, ബട്ട് ദേ ആർ ഈക്വൽ മെട്രിക്സസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ അതാ -6 കാണാം, ഇവിടെ -6 ഉണ്ട്, 0 ഇവിടെ ഉണ്ട് അല്ലേ, -21 കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഈക്വൽ മെട്രിക്സ് ആണെന്ന് ഞാൻ പറയുന്നു നിങ്ങളോട്, അല്ലെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരുന്നു. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ, ബി, സി, എക്സ്, വൈ, സെഡ്. ഇതാണ് നിങ്ങളെ പണി. ഈ വാല്യൂസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഹിയർ ഫസ്റ്റ് എലമെൻറ്റ് എക്സ് പ്ലസ് 3, ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് 0. സോ അങ്ങനെ എഴുതാം. എക്സ് പ്ലസ് 3 മീൻസ് ആര് 0 ആണ്, കാരണം ഈക്വൽ ടു ദേ ആർ ഈക്വൽ മെട്രിക്സിന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുത്തെ എലമെൻറ്റും സെയിം ആവണം. സോ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ദെൻ എക്സ് ഈക്വൽ ടു വാട്ട്? ഈ 3 അപ്പുറത്ത് കൊണ്ടുപോയാൽ -3. സോ എക്സിൻ്റെ വാല്യൂ ഓക്കെ, സിമ്പിൾ. സിമിലർലി z plus 4 equal to 6. Z plus 4 equal to 6. Then what is z? 6 minus 4, that is 2. So z is also okay. Similarly 2y minus 7. 2y minus 7 equal to idile 3y minus 2. Or 2y, ഈ 3y ഇപ്പോൾ എടുത്താൽ -3y അല്ലേ, പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. ഈക്വൽ ഇപ്പോൾ ബാക്കിയുള്ളത് -2. ഈ -7 അപ്പുറത്ത് കൊണ്ടുപോകും +7.
ഈക്വൽ ടു 2y മൈനസ് 3y 2 3 കുറക്കാൻ പറ്റില്ല, സോ മൈനസ് 1y ഇങ്ങനെ കാണിക്കാം. 2y മൈനസ് 3y ദാറ്റ് ഇസ് മൈനസ് 1y ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 7 അല്ലേ 5. അപ്പോൾ മൈനസ് y ഈസ് ഈക്വൽ ടു 5 ഓർ y ഈസ് ഈക്വൽ ടു മൈനസ് 5. മൈനസ് y 5 ആണെങ്കിൽ y എന്തായിരിക്കും? മൈനസ് 5 ആയിരിക്കും. വൈൻ്റെ വാല്യൂ കിട്ടി. ഇനി ആരൊക്കെ ബാക്കിയുള്ളത്? എ ബി സി. അപ്പോൾ അതിന് വീണ്ടും ഓപ്ഷൻസ് കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അത് പ്രശ്നമില്ല. എ മൈനസ് 1 ഇവിടെ ആരാ? 3. എ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 3 നോട്ട് 3 മൈനസ് 3. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് 3. ഈ മൈനസ് 1 അപ്പുറത്ത് വേണം പ്ലസ് 1 മൈനസ് 3 പ്ലസ് 1 മൈനസ് 2. സോ എൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇതൊക്കെ ബി മൈനസ് 3 ഈസ് ഈക്വൽ ടു 2b പ്ലസ് 4. ബി മൈനസ് 3 ഈക്വൽ ടു 2b പ്ലസ് 4. ഇപ്പം ബി ഈ പ്ലസ് 2b അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2b ഈക്വൽ ടു ഇവിടെ 4 ഉണ്ട്. ഈ മൈനസ് 3 അപ്പുറത്ത് കൊണ്ടുപോയാൽ പ്ലസ് 3. ബി 1 ഇത് 1b മൈനസ് 2b മൈനസ് 1b 4 പ്ലസ് 3 7. നേരത്തെ പറഞ്ഞ പോലെ ബി ഈസ് ഈക്വൽ ടു മൈനസ് 7. ബിൻ്റെ വാല്യൂ ഓക്കെ. ദെൻ ഇനി സി മാത്രം കാണാനുണ്ട്. അപ്പോൾ എന്താണല്ലോ ഇപ്പോൾ ഇവിടെ വേറെ ഇനിയിപ്പോൾ ഇതിലൊന്നും നോക്കി ഇതൊന്നും സീനെ കാണുന്നില്ല അവളല്ലേ, ഇതൊന്നും സീനെ കാണുന്നില്ല. അപ്പോൾ ഇപ്പുറം നോക്കിയാൽ മതി. യെസ് ഓക്കെ. 2c പ്ലസ് 2 അതിന് പകരം ഇവിടെ ആരാളുള്ളത്? 0 അല്ലേ, ഈക്വൽ ടു 0. സോ 2c ഈസ് ഈക്വൽ ടു മൈനസ് 2. ഈ 2 പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2. ദെൻ c ഈസ് ഈക്വൽ ടു മൈനസ് 2 ബൈ 2. ഇൻറ്റു 2 ഇപ്പുറം വരുമ്പം ബൈ 2. മൈനസ് 2 ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് 1. സോ സിയും ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വിട്ടുപോയിട്ടുള്ള ഫില്ല് ചെയ്യാൻ പറഞ്ഞ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മെട്രിക്സിലെ ഓപ്പറേഷൻസായ അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷനിലുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതിൽ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസുകളും നമ്മൾ മനസ്സിലായി. ഇതും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കിടക്കാം. 2 മെട്രിക്സുകൾ കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 2 3, ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 4 2 1. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യാൻ നമുക്ക് നോക്കാം. എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി. ഇപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മൾട്ടിപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ വിചാരിക്കും 1 ഇവിടെ 3 ഉണ്ട്, 1 ഇൻറ്റു 3, അതുപോലെ 2 4 ഉണ്ട്, 2 ഇൻറ്റു 4. അങ്ങനെയല്ല, അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ക്ലാസ് ഒന്ന് നേരിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് കോളം. ഇതാണ് അതിൻ്റെ ഓപ്പറേഷനിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. എ ഇൻറ്റു ബി ആണ് കാണാൻ ചോദിച്ചതെങ്കിൽ അപ്പോൾ ആദ്യം എയിൽ ഫസ്റ്റ് റോ കണ്ടു, ബിയിൽ ഫസ്റ്റ് കോളം കണ്ടു. അങ്ങനെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാട്ട് ഇസ് എ 1 2 2 3, ബി ആര 3 4 2 1. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ആദ്യം ഇങ്ങനെ അല്ലേ, ഇങ്ങനെ 1 ഇൻറ്റു 3 എന്നിട്ട് പ്ലസ് ഇടണം, പ്ലസ് 2 ഇൻറ്റു 2. ഇതാണ് ആ ഓപ്പറേഷൻ്റെ സ്റ്റൈൽ ടൈപ്പ്. അപ്പോൾ ഇതും ഉപയോഗിച്ചു. ഇനി ഇതും ഇപ്പുറത്ത് ഉപയോഗിക്കണം. പറഞ്ഞോ, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് 1 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 1 ഇങ്ങനെ. അപ്പോൾ അതെന്ത് ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് ഇതും എടുത്തു. ഇനി അതൊക്കെ മായ്ച്ച് കളയാം. അതേപോലെ താഴത്തെ ഉപയോഗിച്ചിട്ട് ഇതും പറഞ്ഞു 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 2 ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇനി ഇതും അപ്പുറത്തേക്കും 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 2 4, 1 ഇൻറ്റു 4 4 പ്ലസ് 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 6 പ്ലസ് 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 4
8 plus 3 into 1, 3. That is equal to 3 plus 4, 7, 6, 12, 11. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന സൂത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ വന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ ഒരു മെത്തേഡ് അറിഞ്ഞു നോക്കുക അല്ലേ. അപ്പോൾ ഇനി മെട്രിക്സിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കുക. വാട്ട് അബൌട്ട് ഇറ്റ്സ് ഓർഡർ? എ ഈസ് ഓഫ് ഓർഡർ 2/2, ബി ഈസ് ഓഫ് ഓർഡർ 2/2. ആൻസറിൻ്റെ ഓർഡർ എന്താ? 2/2. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്ക്. ഇത് 2/3 ആക്കി, ഇത് വേറെ എന്തെങ്കിലും നോക്കി നോക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. നമുക്കതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ്റെ ജസ്റ്റ് ഒരു എൻട്രി മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഓർഡറിനെ പറ്റി, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വരുന്ന ഓർഡറിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇത്രയും മാത്രം ഇന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ അപ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈ.